നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലത്തെ കളി നിങ്ങളെല്ലാവരും കണ്ട് എന്നെനിക്കറിയാം. ഇന്നലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന അത്ഭുതം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കണ്ട് തന്നെ ആസ്വദിക്കണം. ഒരിക്കലും കാണാതെ മറ്റൊരാൾ പറഞ്ഞതെന്ന് വെച്ച് പറയുന്നത് കേട്ട് നമുക്കൊരിക്കലും അത് ആസ്വദിക്കാൻ കഴിയത്തില്ല. എന്താ പറയുക, ഇന്നലെ നടന്നത് ചരിത്രമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. ഒരു അത്ഭുതം തന്നെയായിരുന്നു. എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നതാണ്, അവിശ്വസനീയമായ നിമിഷം, ദൈവത്തെ സേവ് ചെയ്ത് ദൈവം, അങ്ങനൊരു കമൻറ്റ് വന്നായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു കമൻറ്റായിരുന്നു അത്. അത്ഭുതം തന്നെയാണ്. തോൽക്കുമെന്ന് അർജൻറ്റീന ആരാധകർ കരുതിയിരുന്ന നിമിഷത്തിൽ അർജൻറ്റീന ടീമിലെ പ്ലെയേഴ്സ് തന്നെ അതിനെ രക്ഷിച്ചെടുത്തു. അപ്പം അങ്ങനെ ഇന്നലത്തെ കളി വിജയിച്ചതുകൊണ്ട് അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ്. അടുത്ത കളി നടക്കുന്നത് സ്വിറ്റ്സർലാൻഡുമാണ്. അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ജൂലൈ 12 രാവിലെ 6:30 കൻസാസ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അർജൻറ്റീന സെമി ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആവും. അപ്പം ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്, ബെൽജിയം കളിക്കുന്നുണ്ട്, പിന്നെ മൊറോക്കോ കളിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പം ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ആയത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാണാൻ പറ്റും എന്ന് എനിക്കറിയാം. അവധി ദിവസമാണ് നമുക്കിവിടെ. അപ്പോൾ ഞായറാഴ്ചത്തെ ആ ഒരു കളി കാണാൻ വേണ്ടി ഞാനും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. നമുക്ക് രാവിലെ ഒരു 6:30 ആയതുകൊണ്ട് നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം. അപ്പം പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക്, കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ 2 ദിവസം അവധി ആയതുകൊണ്ട് അവർക്ക് കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ പറ്റും. രാവിലെ നേരത്തെ എഴുന്നേറ്റ ആ കളി ആദ്യം തൊട്ട് തന്നെ കാണാൻ പറ്റും. അല്ലാതെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കളി കാണാനും പറ്റത്തില്ല. ആ കളി ഒരു മാധ്യമത്തിലൂടെ കേൾക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ അറിവിലൂടെ കേൾക്കുക എന്ന് പറഞ്ഞൊരു സുഖമുള്ള ഇതല്ല, അത്രയൊരു ഇത് കിട്ടത്തില്ല. അപ്പോൾ മറക്കാതെ ആ കളി കാണണം. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്ക്, ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള കളി എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും ജയിക്കുന്നത് അർജൻറ്റീന തന്നെയായിരിക്കും. അതും ഒരു മാജിക്ക് തന്നെയായിരിക്കും, അതിലൊരു സംശയവുമില്ല. ചിലപ്പോൾ തോക്കും എന്ന് അവർ അല്ലെങ്കിൽ ആരാധകർ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അർജൻറ്റീന കയറി വരുന്നത്, അവരുടെ മാജിക്ക് നമ്മളെ കാണിക്കുന്നത് ആ ടീമിൻ്റെ. അപ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെ അർജൻറ്റീന സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും എന്ന് കരുതിക്കൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നടന്ന കളി അത് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് അതിൻ്റെ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടു തന്നെ നമ്മൾ അറിയണം. ഇപ്പം നമ്മൾ TV കൂടെ കാണുമ്പം നമുക്ക് കുറച്ചും കൂടെ സൗകര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് സൗകര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ. അത് പ്ലേയേഴ്സിൻ്റെ മുഖമൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീല് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഒരു ഫീല് തന്നെയാണ്. ആരാധകരുടെ ആർപ്പുവിളിയും ആവേശവും ബഹളവും, പിന്നെ ആരാധകർ തുള്ളുക, അതൊക്കെ ചെയ്യുന്ന കാണുമ്പം ആ ഒരു കളി നമ്മളിലേക്ക് ലയിച്ചു വരികയാണ്. അതിൻ്റെ ആവേശം നമ്മളിലേക്ക് ലയിച്ചു വരികയാണ്. അതൊരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയാണ്. TV കാണുന്നതിൽ കൂടുതലും സന്തോഷം ഇങ്ങനെ നേരിട്ട് കാണുന്നതിലാണ്. എനിക്കത് അങ്ങനെ കാണണമെന്നാണ് ആഗ്രഹം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഇനി വരുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യയിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ജൂലൈ 12 അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡിൻ്റെ കളി നിങ്ങൾ മറക്കാതെ കാണണം. ഒരുപാട് പ്രതീക്ഷയോടെ പുതിയൊരു വിജയം, പുതിയൊരു ചരിത്രം എഴുതും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
അപ്പം ഇന്നലെയും മിനിഞ്ഞാന്നത്തെയും അതിന് മുമ്പത്തെ ദിവസത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകി, നല്ല സപ്പോർട്ട് നൽകി. എൻ്റെ ചാനലിൽ ഏറ്റവും റീച്ച് കിട്ടിയ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ അർജൻറ്റീനയുടെ കളിയെക്കുറിച്ച് പറഞ്ഞതിനാണ്. ഇന്നലെ അത് ഏകദേശം 1600ഓളം ആളുകൾ കണ്ടു. എൻ്റെ ചാനലിൽ എന്ന് പറഞ്ഞാൽ 206 സബ്സ്ക്രൈബേഴ്സാണ്. പക്ഷേ എനിക്ക് ഇന്നലത്തെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട്, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് 1600ഓളം ആളുകളെ എനിക്ക് വാച്ചേഴ്സായിട്ട് കിട്ടി. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ ബായ്.